പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് CA എന്ന് പറയുന്ന ഒരു കോഴ്സ് CMA ഉണ്ടായിരുന്നില്ല അന്ന്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് CMA US പോലെയുള്ള ACCA പോലെയുള്ള EA പോലെയുള്ള പല കോഴ്സുകളും നമ്മളിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് ഇവിടെ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നുമുണ്ട്. കാരണം ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത്തരം കോഴ്സിലൂടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു BCom BBA റൂട്ടിൽ വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്കിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. വെറാസ് ഇത്തരം കോഴ്സിലൂടെ ഒരു CMA അല്ലെങ്കിൽ ACCA പോലുള്ള കോഴ്സുകൾ കഴിയുന്നതിലൂടെ കുട്ടിക്ക് ഒരു മിനിമം അനലിറ്റിക്കൽ സ്കില്ല് വരുന്നുണ്ട്. എക്സാം അങ്ങനെയാണ്, അവരുടെ പ്രിപ്പറേഷൻ അങ്ങനെയാണ്. CAക്ക് പഠിക്കുകയാണ്, CMAക്ക് പഠിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഒരു കോഴ്സല്ല, ഒരു എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷന്റെ വഴികളിൽ അത്രയും നമ്മൾ ഒരുപാട് സ്കില്ലുകളാണ് പഠിക്കുന്നത്. എക്സാം എഴുതണമെങ്കിൽ അത്രയും സ്കില്ലുകൾ അക്വയർ ചെയ്യുകയും അത് ഉപയോഗിച്ചിട്ട് എക്സാം എഴുതുകയും അങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എന്തായാലും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഒരാളായിട്ട് മാറും. CAന്റെ ഒരു പകുതി ജേണിയിൽ അല്ലെങ്കിൽ ACCന്റെ ഒരു 9 പേപ്പർ ഫിനിഷ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ആ 9 പേപ്പർ ഫിനിഷ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഡിഫറെന്റ് സ്കില്ലുകൾ അല്ലേ. അപ്പൊ അത് ആ സ്കില്ലിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് മാച്ച് ആവുന്ന സ്കില്ലുകൾ.